ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കൊളറാഡോയിലെ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് അമേരിക്കയിലെ നിലവിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ റോഡായിട്ടുള്ള പൈക്സ് പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അത് നല്ല തണുപ്പുണ്ട്. അപ്പം കിടിലൻ സീനിക് റൂട്ടൊക്കെ ആയിരിക്കും. ആക്ച്വലി ഹയസ്റ്റ് മോട്ടോറബിൾ പാസ് ഇൻ അമേരിക്ക എന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണ്, വേറൊരു പാസ്സാണ്. പക്ഷേ അത് നിലവിലിപ്പോൾ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇപ്പം കറൻ്റ്ലി ഉള്ള ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ് പറയുന്നത് ഈ ഒരു പൈക്സ് പീക്കാണ്. അപ്പം നമുക്ക് വരുന്ന വഴി തന്നെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇവിടേക്ക് വരുമ്പം തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റിൻ്റെ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴി തന്നെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പം നിൽക്കുന്നത് ഇവിടുത്തെ വെൽക്കം സെൻറ്ററിൽ, അതായത് ഇവിടുത്തെ എന്താ പറയുക, ഗേറ്റ് വേ ഓഫ് എൻട്രൻസ് ഉണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ അത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ടൈം സ്ലോട്ടിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മേലോട്ട് കയറാൻ പറ്റും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് കാഴ്ചകൾ കണ്ടുപോകാം. വെൽക്കം ടു മാൻ വിത്ത് എ ഡൈ. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് നേരെ കണ്ടോ മൗണ്ടെയ്ൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാതെ. കണ്ട ഈ ഹുഡീസ് എങ്ങനെ ഉണ്ട്, കൊളറാഡോ എന്ന് എഴുതിയിട്ടുള്ളത്. ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചാൽ കേട്ടോ. എനിക്കിത് ഈ ഒരു ടെക്സ്ചറൊക്കെ കണ്ടത്, ഈ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. പറഞ്ഞാൽ തുടങ്ങി പൂ പറിക്കാൻ. അയ്യോ, കണ്ടാൽ പറിക്കാൻ മീൻസ് അടിപൊളിയാണ്. കാണിച്ചായിരുന്നു നോക്കിയോ, നല്ല അടിപൊളി. എന്താ അടിപൊളിയാണ്. ഓ, നമ്മുടെ ടൈം എപ്പോഴാണ്? 10 to 11 അല്ലേ? നമ്മൾ 10 to 11 കേട്ടോ ടൈം. ഇപ്പം 9:15 നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നിട്ടൊക്കെ പതുക്കെ നമുക്ക് മേലോട്ട് കയറാൻ പറ്റും. കുറേ ഇതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം തന്നെ ആ ഒരു ടൈം സ്ലോട്ട്, അതായത് 9 മണി മുതൽ 10 മണി വരെ വന്ന ആൾക്കാരുടെ ഒരു ക്യൂ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അയ്യോ, സൂമിന് പോലെ ഇതാണല്ലോ നിൽക്കുന്നത്, കണ്ടോ ആ ഒരു ക്യൂ കണ്ടോ. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ടൈമിന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് കയറാൻ പറ്റും. പിന്നെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതേ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ ഒരു വെൽക്കം സെൻറ്റർ ഉണ്ട്. അവിടെയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്ന് ഉള്ള കാഴ്ചകളും പിന്നെ പൈക്സ് പീക്കിനെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാൻ നോക്കാം. ഞാൻ എന്ത് തേങ്ങയെ പറയുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ ഞാനിവിടെ നമ്മുടെ 360 ഒന്ന് ഇവിടെ മൗണ്ട് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എത്ര മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വണ്ടി പോകുന്ന സമയത്ത് ഒന്ന് ഇളകിപ്പോയാൽ, അതെ, ഒന്നെങ്കിൽ വീഡിയോ കിട്ടും, അല്ലെങ്കിൽ ക്യാമറ തരിപ്പണാവും. അതാണ് ഇപ്പോൾ ഉള്ളത്. തണുപ്പുണ്ട് കേട്ടോ മുകളിലേക്ക് കയറിയപ്പോൾ. എന്തായാലും പോയി നോക്കാം. ആ ഫ്ലാഗ് കണ്ടോ, US ഫ്ലാഗിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാഗ്, അത് കൊളറാഡോ സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ ഫ്ലാഗാണ് കേട്ടോ. അത് കാണുന്നത് ഓരോ സ്റ്റേറ്റിനും ഓരോ ഫ്ലാഗ് ഉണ്ടാവും. അപ്പം അതാണ് ആ കാണുന്നത്. Yeah, this is our ticket. Gotcha. And do you guys want a map? I'm sorry? Yeah. Do you guys want a map? Yep. Okay. And just a heads up, the last 6 miles are close to the ice. Okay. No guarantees we will open it to the top. Oh. And map for you? Yes, please. Okay. All right. And just make sure to keep it in low gears coming down. Okay, yeah, sure. All right, thank you so much. Thanks. Yeah, Have a good bye. day. Thank you. ഇവിടെ സ്പീഡ് ലിമിറ്റ് എത്രയാണ്? 30 അങ്ങനെയാണ്. ചെറിയ റോഡാണ്. അപ്പം നമുക്ക് AMS അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14,000 സംതിങ് അടി മുകളിലേക്കാണ് നമ്മൾ ഒറ്റയടി കയറാൻ പോകുന്നത്. വെള്ളം കുടിക്കണം പറഞ്ഞത്. നമ്മൾ തീരെ രാവിലെ വെള്ളം കുടിച്ചില്ല. AMS അടിച്ചാൽ അറിയാലോ. പിന്നെ ഓക്സിജൻ മൂക്ക് കൂടി കയറ്റലായി, കിടക്കലായി. ഒയ്യോ, ഒരു പ്രാവശ്യം അടിച്ചതന്നെ എനിക്ക് മതിയായി പോയതാ. റൈഡേഴ്സ്. വാവ്, കീടിലൻ. അവിടെ ട്രക്കിംഗ് ട്രെയിൽസ് ആട്ടോ. നമുക്ക് വേണമെങ്കിൽ ട്രക്ക് ചെയ്ത് മുകളിലേക്ക് കയറാൻ പറ്റും. ജസ്റ്റ് കാണിച്ചു തരാം. ഇറങ്ങിക്കോ. ഓ, നല്ല തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. ഓ, നല്ല കിടന്ന് തണുപ്പുണ്ട്. ഇത് കണ്ടോ, ഇതിൽ ട്രക്കിംഗ് റൈഡ്സ് ആണ്. മേലോട്ട് ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറാൻ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് കണ്ട ഈ ഒരു ഇതിനകത്ത് തന്നെ കയറി സ്റ്റോപ്പ് ചെയ്താ കേട്ടോ.
കാരണം നമുക്കിവിടെ 360 വെക്കണം. നമ്മൾ നിന്ന സ്ഥലം കൊളറാഡോ സ്പ്രിങ്സ് ഇല്ലേ, അത് 7000 സംതിങ് ആണ് ഫീറ്റ് ലെവൽ, അതായത് എലവേഷൻ. അവിടുന്ന് നമ്മൾ ഒറ്റയടിക്ക് കയറാൻ പോകുന്നത് 14,000 സംതിങ്ങിലേക്കാണ്. അതായത് ഏകദേശം ഒറ്റയടിക്ക് ഇരട്ടിയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എയിമസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ ഇവിടെ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. മുകളിൽ ഐസ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഐസ് കാരണം ലാസ്റ്റ് 6 മൈൽസ് അല്ല പറഞ്ഞാൽ 6 മൈൽസ് ക്ലോസ്ഡ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അറിയില്ല, പോയി നോക്കാം എങ്ങനെ സ്ഥിതി നോക്കാം, മുകളിലേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പോയി നോക്കാം എന്തായാലും. എനിക്കിപ്പോഴും ഇതിൻ്റെ ആംഗിളൊന്നും മനസ്സിലായിട്ടില്ല. ഏത് 360ൻ്റെയോ? 360ക്ക് ആംഗിൾ ഇല്ല. നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ 360ൻ്റെ തന്നെ എഡിറ്റിംഗ് ആപ്പ് വെച്ച് റീഫ്രെയിം ചെയ്യുന്നു. ആ റീഫ്രെയിമിങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. പോകാൽ ഓൾ ഗുഡ്, പോയി നോക്കാം. ഇനി നമുക്ക് കുറച്ച് 360യിലെ വിഷ്വൽസ് കാണാം. ഉണ്ടോ? അതെ, ഇവിടെയൊക്കെ നമുക്കിങ്ങനെ പതുക്കെ കളറ് മാറി തുടങ്ങി കേട്ടോ, ഫോളിൻ്റെ. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ ആന ക്രോസ് ചെയ്യുന്നുണ്ടെന്നുള്ള ബോർഡല്ലേ കാണല്? ഇത് കണ്ടോ? ബിഗ് ഫുട്ട് ക്രോസിംഗ് ഡ്യൂ ടു ദ സൈറ്റിങ്സ് ഇൻ ദ ഏരിയ ഓഫ് ദ ക്രീച്ചർ റിസംബ്ലിംഗ് ബിഗ് ഫുട്ട് ഇൻ ദി സൈൻ ഹാസ് ബീൻ പോസ്റ്റഡ് ഫോർ യുവർ സേഫ്റ്റി. കണ്ടോ? അതെ, ഈ ഗൊറില്ല പോലത്തെ സാധനം ഇവിടെ ക്രോസിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ? അതെ, ബിഗ് ഫുട്ടിൻ്റെ ഫുട് പ്രിൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയില്ല. ഇനി ചുമ്മാ സിമെൻറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അര ചവിട്ടി വെച്ചതാണെന്ന് അറിയൂടാ. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്, കറൻലി വേൾഡിലെ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് നമ്മൾ നമ്മുടെ ബൈക്ക് എടുത്ത് പോയതാണ്. ഹാ, നോക്കിയേ, പൊടി പൊടി. ഇനി കുറച്ച് ചായ ഉണ്ടാക്കി കുടിക്കട്ടോ, നല്ല കിടിലൻ തണുപ്പാണ്. തിളയ്ക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. കാറ്റുണ്ടല്ലോ. എവിടെ പോയാലും ചായ മസ്റ്റാ. ഓഫാക്കട്ടെ ഇത്. ആഹാ, അടിപൊളി. ചായ റെഡി ഗൈസ്. ഞങ്ങളങ്ങനെ ഇതിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നല്ല മഴക്കാറുണ്ട് മുകളിൽ, കോടമഞ്ഞ് ഇങ്ങനെ കയറി വരുന്നുണ്ട്, കോട ഇങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള
കോഗ്രയിലുള്ളത്. കോഗ്രയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഊട്ടിയിലൊക്കെ കാണുന്ന ചെറിയ നമ്മൾ ടോയ് ട്രെയിൻ എന്ന് പറയും, ആ സാധനമാണ് ഇവിടെ ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹയ്യസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ടിക്കറ്റ് നമ്മൾ നോക്കി, പക്ഷേ കിട്ടിയില്ല. ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. ഞങ്ങളിത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്തുനിന്ന് താഴത്തുനിന്ന് ആൾക്കാർ ഇതിനകത്ത് കയറി വരുന്നുണ്ട്, ഇവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ടോട്ടൽ ഇത് 9 മൈലുണ്ട് താഴത്തുനിന്ന് കയറി വരുമ്പോൾ. 9 മൈൽ ദൂരമുണ്ട് ഇതിന്. അതെ, ഇതാണ് ആ ട്രെയിൻ. നോക്കി എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. നോക്കി, വാവ്, നോക്കി, അടിപൊളി കേട്ടോ. കിട്ടില്ല കോച്ചസ് ഉള്ളിലൊക്കെ. സീരിയസ് എൻ്റെ മോനെ, ഇതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം. എൻ്റെ മോനെ നോക്കിയേ. ഓ മൈ ഗോഡ്, so awesome. Crazy, huh? Yeah. What were we thinking? ഇത് കണ്ടോ, ഇവിടുന്ന് കാണുന്ന വ്യൂ കണ്ടതേ. കണ്ടോ, അവിടുന്ന് ട്രക്കിങ് കയറി വരുന്ന ആൾക്കാരെ കണ്ടതേ. അവിടുന്ന് ഇതിലേ ഇങ്ങനെ ട്രക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പൈസ് പീക്ക് റെയിൽവേ, കോക്ക് റെയിൽവേ. കണ്ടോ ഇതിൻ്റെ റെയിൽപ്പാളം കണ്ടോ, മുള്ളു പോലെ അതിങ്ങനെ കടിച്ച് പിടിച്ച് ഇങ്ങനെ കയറി വരും കേട്ടോ. അടിപൊളിയാണിത്. കണ്ടോ, ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമുക്കിവിടെ നിന്ന് 5 സ്റ്റേറ്റ് കാണാൻ പറ്റും. ഒരെണ്ണം കൊളറാഡോ, പിന്നെ ഒരെണ്ണം ന്യൂ മെക്സിക്കോ, പിന്നെ അരിസോണ, ഉട്ട, പിന്നെ ഏതായിരുന്നു പറഞ്ഞാൽ അരിസോണ, ന്യൂ മെക്സിക്കോ, ഉട്ട, കാൻസസ്, ദെൻ കൊളറാഡോ. ഈ 5 സ്റ്റേറ്റ് നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. നല്ല വിസിബിൾ ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിവിടെ നോക്കിയിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ വേറെ സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇൻ്റർനാഷണൽ ഹിൽ ക്ലൈംബ് റേസ് എന്ന് പറഞ്ഞിട്ടൊരു റേസ് നടക്കുന്നത്, കാർ റേസ് നടക്കുന്നത്. അത് ജൂൺ മാസത്തിലാണ് നടക്കുന്നത്. ഇത് ഈ കൊല്ലത്തെ 2025 റേസ് ഓൾറെഡി കഴിഞ്ഞു, ജൂണിൽ കഴിഞ്ഞു. അത് ഇവിടെയായിട്ടാണ് നടക്കുന്നത്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നേ പ്ലാൻ ചെയ്ത് വരണം. കണ്ടോ, ഇതിൻ്റെ കോച്ചസൊക്കെ ഉണ്ടല്ലോ ഉള്ളിൽ, കിടിലം കോച്ചസാട്ടോ. അത് റിഫ്ലക്ഷൻ അടിച്ചിട്ട് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. കണ്ടോ, വാഹാ, അടിപൊളി. എങ്ങനെയുണ്ട്? നല്ല കളർഫുള്ളായില്ലേ? സത്യം നല്ല വൃത്തിയാണ്, നീറ്റിലാണ്. ഇതാണ് നമ്മുടെ എൻജിൻ റൂം കേട്ടോ. കണ്ടോ, കോടമഞ്ഞ് പോകുന്നത് കണ്ടതാ. കോടമഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു സമാധാനമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുണ്ട്, ഇതിനുള്ളിൽ ഹീറ്ററുണ്ട്, നല്ല സുഖമുണ്ട്. നമ്മളിവിടെ കാണുന്ന ഈ വെൽക്കം സെൻറ്റർ ഉണ്ടല്ലോ, ഇവിടെ ഇവർ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇവിടെ ഒരു കഫേ ഉണ്ട്, റെസ്റ്റ് റൂം ഉണ്ട്, പിന്നെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മ്യൂസിയം പോലെ ഉണ്ട്. അതായത് ഈ മൗണ്ടൈനെ പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോവാം. കണ്ടോ, കുറേ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ, ഒരുപാട് പേര് ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ എന്താ ഇവിടെ സത്യം ഇവിടെ എന്തെങ്കിലും കഴിക്കണ്ടേ? ഇപ്പോൾ വിശന്നിട്ട് എനർജി മൊത്തം ലോസായി പോയി. നമുക്ക് നല്ലൊന്ന് അതിൻ്റെ ഉള്ളിൽ കയറി വയ്ക്കാമല്ലോ. അവിടെ എക്സിബിറ്റ് അതിൻ്റെ പൈക്സ് പീക്ക് അമേരിക്കസ് മൗണ്ടൈൻ എന്നുള്ള നമുക്ക് അവിടെ ഒന്ന് കയറി വെക്കാം. ഇത് കണ്ടോ, ഇവിടെ കറക്റ്റ് നമ്മുടെ ഇവർ
ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് എത്ര ഫീറ്റ് ആണെന്നുള്ളത് കണ്ടോ. വെൽക്കം ടു പൈക്സ് പീക്ക്. ഇത് പിടിച്ചേ, ഇത് കണ്ടില്ലേ, ഡെനാലി നാഷണൽ പാർക്ക് ഉണ്ട്. ഡെനാലി മൗണ്ടൻസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വിൻസെന്റ് മാസിഫ്. ഇതാണ് നമ്മൾ പൈക്സ് പീക്ക്. കണ്ടോ, യു ആർ ഹിയർ. കണ്ടോ, നമ്മളിവിടെയാണുള്ളത്. അതായത് മൂന്നാമത്തെ പ്ലേസ് ആണ് ഇതിനുള്ളത്. പക്ഷേ മോട്ടറബിൾ റോഡ് വേറെ ഒരെണ്ണമാണ്. ഇപ്പോൾ തൽക്കാലം ഇതാണ് കേട്ടോ ഉള്ളത്. കണ്ടോ, പക്ഷേ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സാധനം ഉണ്ട്. എന്താ അറിയോ, അതെ, മൗണ്ട് എവറസ്റ്റ് ഏഷ്യ. ഇതങ്ങ് ടോപ്പ് വരെ എത്തിയിട്ടുണ്ട്. നോക്കിയേ, കണ്ടാ, ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ടോപ്പ് വരെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ബാക്കിയുള്ള മൗണ്ടൻസ്. അത് കിളിമഞ്ചരോ, ആഫ്രിക്കയിലുള്ള കിളിമഞ്ചരോ. അപ്പോൾ ഒരു ഫുള്ള് ഇവിടെ ഈ ഒരു മൗണ്ടൻസിൻ്റെ എലവേഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ, ഇതാണ് നമ്മുടെ മൗണ്ടൻസ്. ഈ കാണാൻ നമ്മുടെ മൗണ്ടൻസിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഫോം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ പൈക്സ് പീക്ക് സൈക്ലിങ്ങിൻ്റെയും പിന്നെ മറ്റേ ആ റേസിൻ്റെയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ കണ്ടോ, ഇവന് ഇങ്ങനെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഫീറ്റ് കയറി വരുമ്പോഴും നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് കണ്ടോ. 0 ഫീറ്റിൽ 100% ഓക്സിജൻ. അങ്ങനെ ഫീറ്റ് കയറി വരുന്ന സമയത്ത് 29,035 വരുന്ന ഫീറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ 33% ഓക്സിജൻ മാത്രമേ ഉണ്ടാവും. അതെവിടെയുള്ളത്? നമ്മുടെ മൗണ്ട് എവറസ്റ്റിൽ, നേപ്പാളിൽ കണ്ടോ. പിന്നെ ഡെനാലി അലാസ്കയിൽ. അങ്ങനെ നോക്കിയാണെങ്കിൽ പൈക്സ് പീക്ക് ഇവിടെ ഉണ്ട്, കൊളറാഡോ. 60% ഓഫ് ഓക്സിജൻ. അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ 60% ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ അത് ഓക്സിജൻ കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം. തിന്നെയറായിട്ടുള്ളൂ അവിടെ. അതുകൊണ്ട് ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ ഇവിടെ ഈ ഒരു മൗണ്ടൈൻ സോണിൽ കാണുന്ന മൃഗങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ആട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ, കരടി, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ബോബ് കേറ്റ് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ റോക്കി മൗണ്ടൈനിൽ കണ്ടുവരുന്നൊരു പ്രത്യേകതരം ഷീപ്പിൻ്റെ കൊമ്പാണത് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ തന്നെ കയോട്ടിയുടെ തോല് കണ്ടോ. ഇത് നല്ലൊരു സംഭവം കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ മൗണ്ടൈനെ പറ്റിയൊന്ന് അറിയാൻ പറ്റും. അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ വെറുതെ മൗണ്ടൈൻ കയറി വരുന്നതല്ല, മൗണ്ടൈൻ എന്താണ്, എങ്ങനെയാണ് ഫോം ചെയ്തത്, അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അതിശയമായിരിക്കും. അതുപോലെ ന്യൂ ഇയറിന് ആരെങ്കിലും ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. കാരണം ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും മൗണ്ടൈൻ്റെ ടോപ്പിൽ ഫയർ വർക്ക്സ് ആകുമ്പോൾ അത് പൊളിയായിരിക്കും കേട്ടോ. അതിപ്പോൾ അത് അവിടെ കാണിച്ചേക്കുന്ന ആ ഒരു സ്ലൈഡ് ഷോറിനകത്ത് നമ്മൾ കണ്ടതാണ്. അവിടെ അങ്ങനെ ഫയർ വർക്ക്സ് ഇങ്ങനെ പറയുന്നത് എല്ലാ ന്യൂ ഇയറിലും ഇവിടെ ഫയർ വർക്ക്സ് ഉണ്ടാവും. അതൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അതെ ഓപ്പൺ ആയിരിക്കും, പക്ഷേ എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും എന്നറിയില്ല. ചിലപ്പം സ്പെഷ്യൽ പെർമിഷനൊക്കെ കൊടുത്തിട്ട് എടുത്തിട്ട് വരേണ്ടി വരും. കാരണം സ്നോ ആയിരിക്കുമല്ലോ, ജനുവരി ആ ടൈമിലൊക്കെ ഭയങ്കര സ്നോ ആയിരിക്കും. അപർണയ്ക്ക് ചെറുതായിട്ടൊരു ശ്വാസം മുട്ടൽ ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വെള്ളം കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടെ. ഇവിടെ കഫേ ഉണ്ടല്ലോ, അപ്പോൾ കഫേ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. ബിക്കോസ് നമ്മുടെ ഹെൽത്താണല്ലോ ഇമ്പോർട്ടൻറ്റ്. സോ ആദ്യം ഇത് കുടിക്കട്ടെ. 1-2 ഇന്ത്യക്കാർ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് കഫേ. ഒരുപാട് ആൾക്കാർ ഇതാ ഇതല്ലേ ഫുഡ് ലൈൻ ഇവിടെയാണ്. ഞങ്ങളൊരു ഗ്രിൽ ചിക്കൻ്റെ ബർഗർ എടുത്തു, പിന്നെ ഒരു പെപ്പറോണി പിസ്സ എടുത്തു കേട്ടോ. വേറെ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റിയ ടൈപ്പ് വേറെ ഒന്നും ഇവിടെ ഇല്ല. ബാക്കിയുള്ളതൊക്കെ ഡോണറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. എനിക്കത് കഴിച്ചാൽ ശരിയാവില്ല. സോ അതും ഒരു കോഫി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച ഫുഡ് കഴിക്കാം കേട്ടോ. അങ്ങനെ ഫുഡ് ഇറങ്ങി ഇനി നേരെ ഗിഫ്റ്റ് ഷോപ്പിലേക്ക്, നമ്മുടെ സൊവനീഴ്സ് കളക്ഷനിലേക്ക് കുറേ സാധനങ്ങളോട് ആഡ് ചെയ്യാനുണ്ട്. സോ അത് ആഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കണ്ട എല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. പറഞ്ഞ സ്റ്റോൺ ഉണ്ട്, ഇത് കുറേ സ്റ്റോൺ കൊണ്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു മാഗ്നറ്റ് വാങ്ങിച്ചിട്ടോ. ബെഞ്ച് മാർക്ക് ഇവിടെ കയറി വന്നതിനുള്ള എലവേഷൻ, നമ്മൾ ഇത്രയും എലവേഷൻ കയറി വന്നില്ലേ, അതിനുള്ളൊരു ബെഞ്ച് മാർക്ക് പോലെ ഈ ഒരു മാഗ്നറ്റ്
നല്ല ക്ലാസിക്കായിട്ട് തോന്നിയ സാധനം. അപ്പോൾ ഇത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിനി പതുക്കെ താഴോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോകാനുണ്ട്. ഇവിടുന്ന് ഇനി എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂർ നമുക്ക് ഇനിയും ഡ്രൈവ് ഉണ്ട്. സീനിക് ഡ്രൈവാണ്, ഇൻഡിപെൻഡൻറ്റ് പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിട്ടിലൻ ഡ്രൈവാണ് ഇനി വരാൻ പോകുന്നത്. സോ പോയി നോക്കാം. നമ്മൾ ഇറങ്ങാം കേട്ടോ ഇനി താഴോട്ട്. ഭയങ്കര മരം കോച്ചുന്ന തണുപ്പ് കേട്ടോ. എങ്ങനെയുണ്ട്? കയ്യൊക്കെ ചുളിഞ്ഞ്, കയ്യൊക്കെ ചുളിഞ്ഞത് കണ്ട, കയ്യൊക്കെ ചുളിഞ്ഞ്, കയ്യൊക്കെ വെള്ള കളറായി കണ്ട. Oh, cool. Your brakes are good. Oh, thank you so much. Bye-bye. Bye. എന്താടാ ചെയ്ത്? എന്താ ചെയ്ത്? അറിയോ, നമ്മൾ ഡിസ്കിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. എന്നിട്ട് ആ ടെമ്പറേച്ചർ ഒരു ഇതിൻ്റെ മുകളിൽ കൂടുതലാണെങ്കിൽ ആ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ട് കൂൾ ഡൗൺ ചെയ്തിട്ടേ വിടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ചില ടീംസ് ഉണ്ടാവും ലോവർ ഗിയറിൽ വരാണ്ട്, മീൻസ് ഹിൽ ഏരിയകളിൽ വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത ആൾക്കാരുകൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണോ സാധാരണ റോഡിൽ ഓടിക്കുക, സാധാരണ റോഡിൽ എങ്ങനെയാണോ പോകുന്നത് അതേപോലെ അങ്ങോട്ട് വരും. മക്കളെ ഇങ്ങോട്ട് നോക്ക്, എന്ത് ബ്യൂട്ടിഫുൾ അറിയോ. എടുത്തിട്ട് തീരുന്നില്ല. എങ്ങനെ പഠിച്ചോനെ ഇതൊക്കെ കവർ ചെയ്യൂ. സ്കൈ നോക്ക്, വരച്ച പോലെ. എന്റെ മോനെ ഗൈസ്, ആ റോഡ് കണ്ടോ? ആ റോഡ് കണ്ടോ നിങ്ങളിതാ? ആ റോഡ് കണ്ടതാ? അയ്യോ വണ്ടി മൂവ് ചെയ്യാത്ത പോലല്ലേ അത്രയും സത്യം. എന്റെ അമ്മീ ഇതല്ലോ കൊളറാടുണ്ടല്ലോ, മുത്താണ്, മുത്ത്. എന്റെ മോനെ, ഇവിടുന്നൊക്കെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. ഡ്രോണോ എന്തിന്? ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ പറ്റിയിരുന്നെങ്കിൽ. പലരും നമ്മളോട് പറഞ്ഞില്ലേ കൊളറാഡോ എവിടെ നോക്കിയാലും ഫ്രെയിമാന്ന്. സത്യം പറയാലോ, ആ പറഞ്ഞ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ ആദ്യം വിശ്വസിച്ചില്ലേ. പക്ഷേ എന്ത് സാധനം ഇതൊക്കെ, എന്തത്? ഇവിടെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കലേ ഉണ്ടാവുള്ളൂ അല്ലേ? അതൊക്കെ പോട്ടെ, പോകുന്ന വഴിക്ക് കഴിച്ച് കണ്ടു പോകാം, അതന്നെ. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ പോകുന്നൊരു റോഡിൻ്റെ പേരാട്ടോ ഇൻഡിപെൻഡൻസ് പാസ് എന്നാണ് പേര്. അതായത് ഇത് ഇച്ചിരി ഹൈറ്റിലേക്ക് കയറും. ഏകദേശം ഒരു 12,000 ചില്ലാൻ ഹൈറ്റിൽ 12,100 അടി മുകളിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഇൻഡിപെൻഡൻസ് പാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവലാഞ്ചി സോണാണ്. അതായത് വിൻ്റർ സമയങ്ങളിൽ ഇവിടെ അവലാഞ്ചി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്, ഉണ്ടായിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ കൊളറാഡോ ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ പോയിട്ട് ഈ ബൈ ദ വേ വിൻ്ററിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ ഒരു റോഡൊക്കെ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പം ആ റോഡ് ക്ലോസ് ചെയ്തിട്ട് ആ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് ഈ തങ്ങിക്കിടക്കുന്ന അവലാഞ്ചി ഉണ്ടാവില്ല, ഐ മീൻ ഇതുണ്ടാവുമല്ലോ മഞ്ഞുകട്ടകൾ, അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ബോംബ് ഇട്ടിട്ട് ചെറിയ ചെറിയ എക്സ്പ്ലോഷൻസ് ഉണ്ടാക്കും. അങ്ങനെയാകുന്ന സമയത്ത് ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യും, ഇവർ സ്നോ സ്ലൈഡ് ഉണ്ടാക്കും. അങ്ങനെയാണ് ഇവർ അവലാഞ്ചി ഇല്ലാതെ ആക്കുക. കാരണം കൂടുതൽ ഇങ്ങനെ മഞ്ഞ് അടിഞ്ഞ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ നാട്ടിൽ ഉരുള് വെട്ടൂലേ, അതേപോലെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ മഞ്ഞൊക്കെ കൂടി മഞ്ഞ് കട്ടകളായിട്ട് താഴോട്ട് വീഴും. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് ഒരു സ്ലൈഡായിട്ട് ഇങ്ങോട്ട് ഒരു ഭാഗം ഇങ്ങോട്ട് അടർന്നു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഇതുപോലത്തെ ചെറിയ ചെറിയ എക്സ്പ്ലോഷൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ പോക്കിയിട്ടാണ് ഈ അവലാഞ്ചി ഇല്ലാതാക്കുന്നത്. ഇവർ അവലാഞ്ചിക്കുള്ള ചാൻസ് ഇവർ കുറയ്ക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന വഴി ട്രീസിൻ്റെ കളേഴ്സൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല,
മാറി മാറി തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഞാനൊന്ന് ആലോചിക്കുക, മാറി തുടങ്ങുമ്പം തന്നെ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ ഫുള്ള് മാറിയിട്ടുണ്ട് എന്തൊരു ഭംഗിയായിരിക്കുന്നറിയോ. നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് ആ സൺലൈറ്റൊക്കെ തട്ടിയിട്ട് ആ ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. ഈ താഴ്വാരെ കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ഒരു രക്ഷയില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ക്യാമറയിലും ഫോണിലും ഒക്കെ ഫോൺ എടുത്ത് മെമ്മറി ഫുള്ളാവുന്ന അവസ്ഥയാണ്. അത്രയ്ക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കൊളറാഡോ. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോകാൻ ഇനി ഏകദേശം ഒരു 40 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അത്രയും ആൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ്. അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. നല്ല കിടിലൻ സീനിക് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആഹാ അടിപൊളി. ഈ പറഞ്ഞ് ഇങ്ങനെ വർണ്ണിക്കാൻ വാക്കുകളില്ലാണ്ടായി തുടങ്ങി. ഇൻഡിപെൻഡൻസ് പാസിൻ്റെ ആ ടോപ്പിലെത്തി. വ്യൂ കണ്ടോ? അത് നമുക്ക് ആഹാ അടിപൊളി. നമ്മൾ അവസാനം നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലെത്തി കേട്ടോ. കാടിൻ്റെ ഉള്ളിലാണ്. ഇവിടെ വരുമ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, കരടി ഉള്ള കാടാണ്. ഇവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് ഫോട്ടോ എടുത്ത് വെച്ചോ. കരടി വന്നാൽ എന്ത് ചെയ്യണമെന്നല്ല അറിയണ്ടേ. ആടാ ഇതാണ് എൻട്രൻസ്. സോ ഇനി ക്യാമ്പ് ഗ്രൗണ്ട് ഇവിടെ ഞങ്ങളത് 29 ആണ്. അപ്പോൾ അത് തപ്പി പിടിക്കണം. അത് തപ്പി പിടിച്ചിട്ട് അവിടെ നമുക്ക് നമ്മുടെ ടെൻ്റ് അടിക്കണം. എന്നിട്ട് ബാക്കി പരിപാടികൾ. വിശക്കുന്നുണ്ട് നന്നായിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എന്നിട്ട് തണുപ്പുണ്ട് കേട്ടോ. പോവാടാ. മൂസിൻ ഏരിയ. ഓക്കെ, മറ്റേ ഒരു മൂസ് എന്ന് പറഞ്ഞിട്ട് സാധനമല്ലേ, അതും ഉണ്ടെന്നാണ് പറയുന്നത്. കരടിയുണ്ട്, മോസും ഉണ്ട്. നൈസ്. വെളിച്ചം പോലും ഇല്ല, എന്താകുമോ എന്തോ. അയ്യോ, ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടോ. കാരണം വരുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ നല്ല ലേറ്റായി. പറഞ്ഞേ വാ പോവാ, ഇനി നോക്കിക്കൊണ്ടോ. ഇനി ഞങ്ങൾ നേരെ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോട്ടെ. വാ. ഇതാട്ടോ നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ട്. ഇവിടെ ഇനി ടെൻ്റ് അടിക്കണം. ടെൻ്റ് അടിച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം. നല്ല ഏരിയ, അടിപൊളി ഏരിയ. നല്ല വ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. കണ്ട മഴക്കാറുണ്ട്. മഴ പെയ്ത പണി പാളി. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ഫുഡൊക്കെ. ബേസ് ആർ ആക്റ്റീവ് ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഫുഡ് ഇതിനകത്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. കണ്ടോ, ഇതിനകത്താണ് ഫുഡ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇതാ ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ക്ലോസ് ചെയ്യണം. വണ്ടിയിൽ സെൻറ്റഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും അടിയിൽ സ്റ്റോർ ചെയ്യണം. പെർഫ്യൂം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അതിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യണം. ഞങ്ങളെന്നാൽ ബാക്കി ടെൻ്റൊക്കെ അടിക്കട്ടെ. ടെൻ്റ് അടിക്കാനുള്ള നല്ലൊരു സ്ഥലം നോക്കട്ടെ. ടെൻ്റ് അടിക്കല്ലേ, പൊളിക്കാം. നല്ല ടെൻ്റ് അടി കഴിഞ്ഞ് ഇനി ബാക്കി
മറ്റേ ഇതൊക്കെ നോക്കണം, എന്താ പറയുക, ക്യാമ്പ് ഫയർ ഇടണം, പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള നോക്കണം. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ വേഗം ക്യാമ്പ് ഫയർ ഇടണം കേട്ടോ. ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കത്തിയിട്ടും കത്തുന്നില്ല, പുകഞ്ഞ് നിൽക്കുക എന്നല്ലാണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. നോക്കി കത്തിയാ? ആ കത്തി വരുന്നുണ്ട്. മൊത്തം ഇരുട്ടായിട്ടോ. ഇവിടെ ലൈറ്റ് വെച്ചേക്കാണ്. തണുപ്പടിക്കുന്നുണ്ട്. മാഗി ഉണ്ടാക്കുക, ലൈറ്റില്ല ഇവിടെ, അതുകൊണ്ട് മാഗി ഉണ്ടാക്കുക. ലൈറ്റ് അടയും ഇവിടെയൊക്കെ വെച്ചിട്ടേ. ആഹാ നല്ല തണുപ്പുണ്ട്. ഇത് എൻ്റെ കയ്യിലാണെങ്കിൽ ഇതാ കണ്ടാ സ്പ്രേ ഉണ്ട്. എന്താ അറിയോ, എങ്ങാൻ കരടി വന്നാലുള്ള പേടിച്ചിട്ടാട്ടോ. അവരുടെ കഴിഞ്ഞ പ്രാവശ്യം മാതിരിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ചുറ്റിലും ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ചുറ്റിലും ആൾക്കാരുണ്ട്, പക്ഷേ ഒരു കാടപ്പുറം കഴിഞ്ഞിട്ടാണ് ചുറ്റും ആൾക്കാരുള്ളത്. ക്യാമ്പ് ഫയറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടോ, കത്തുന്നില്ല. അതുകൊണ്ട് ക്യാമ്പ് ഫയറിൻ്റെ കാര്യം ഉപേക്ഷിച്ചു. കണ്ടോ, ഇതാണ് അവസ്ഥ. കുറേ ചപ്പും ചവറൊക്കെ വാരി കത്തിച്ച് നോക്കി, നടപടിയായില്ല. സോ ഗൈസ്, നമ്മൾ അവസാനം എന്തേ ഫുഡൊക്കെ ഉണ്ടാക്കി, നല്ല സൂപ്പും ചിക്കൻ സൂപ്പും മാഗി ഉണ്ടാക്കി കേട്ടോ. എന്തുകൊണ്ടാണ് കാറിലിരുന്ന് കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഇൻസ്ട്രക്ഷൻ അത് കൊടുത്തിട്ടുണ്ട്, ടെൻറ്റിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കരുത്. കാരണം ടെൻറ്റിൽ ആ സ്മെല്ല് വരും. അപ്പം വേറെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കാറിലിരുന്ന് കഴിക്കാൻ വിചാരിച്ചു. കാരണം പുറത്തിരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റില്ല. ഞങ്ങൾക്ക് എന്താ പറ്റിയ അറിയോ, ലൈറ്റ് കിട്ടിയില്ല, അതായിപ്പോയി. പ്രോപ്പർ ലൈറ്റ് കിട്ടിയില്ല. പിന്നെ അതുതന്നെ ഇവിടുത്തെ സ്കൈ അടിപൊളിയാണ്. സ്റ്റാർസൊക്കെ അങ്ങനെ കിട്ടില്ലനായി നിൽക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ എടുക്കും, ഉറപ്പില്ല. അപ്പോൾ ഈ ഒരു ഭയങ്കര ലെങ്തിയുള്ള വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ ഞാനത് മാക്സിമം കട്ട് ചെയ്തിട്ട് ചെറുതാക്കാൻ നോക്കും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നാളെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എല്ലാവരും ഇത് കാണണം, അടുത്ത വീഡിയോ കാണണം. തീറ്റേൻ്റെ തിരക്കില്ല അല്ലേ? വിശന്നിട്ട് വയ്യ. എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ കാണാം.